എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടിൽ നടപടികൾ വേഗത്തിലാക്കാനൊരുങ്ങി ഇഡി. അന്വേഷണ സംഘം പിടിച്ചെടുത്ത വീണയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. മൊഴിയും പിടിച്ചെടുത്ത രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സമൻസ് നൽകാനാണ് തീരുമാനം. വീണയുടെ HDFC ബാങ്കിലെ 1.5 ലക്ഷത്തിന്റെ അക്കൗണ്ട് ഉൾപ്പെടെ 3 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. റെയ്ഡിന് പിന്നാലെ പ്രതികളുടെ 18.36 കോടിയുടെ 242 ബാങ്ക് അക്കൗണ്ടുകളും ഇഡി മരവിപ്പിച്ചു. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. നവമി, ഈ CMRLന്റെ ഈ ഇടപാടിൽ, എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടിൽ എന്തൊക്കെ തരത്തിലാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് ഇഡി? എൽദോ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഉണ്ടായ അക്രമമടക്കം വീണ വിജയന് ഈ കേസിൽ അത് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതിന് കാരണം ഇഡി ഉദ്യോഗസ്ഥരുടെ സ്വാഭാവികമായൊരു നടപടി നമുക്കറിയാം. അവർ ആദ്യം ഇപ്പോൾ ഈ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ളൊരു പരിശോധനയുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ ആദ്യഘട്ട നടപടി. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു റെയ്ഡായിട്ടാണ് ഇന്നലെ 12 ഇടങ്ങളിൽ കണ്ടത്. പക്ഷേ അതിനിടയിൽ ആ റെയ്ഡ് നടത്തിയതിന് ശേഷം, അല്ലെങ്കിൽ അവർ ശേഖരിക്കുന്ന തെളിവുകൾ പിന്നീട് അവർ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ഈ പ്രതിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്കൊക്കെ കടക്കുകയുള്ളൂ. ആ ഒരു സ്വാഭാവിക നടപടിയിലൂടെ കടന്നു പോകുന്ന ഇഡി ഉദ്യോഗസ്ഥരെ അതിക്രമിക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ അക്രമം അഴിച്ചു വിടുക എന്ന് പറയുന്നത് അത് അതീവ ഗുരുതരമായി തന്നെയാണ് കേന്ദ്രവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കണക്കാക്കുന്നത്. ഇനിയിപ്പോൾ ചോദ്യം ചെയ്യലിനെതിരെ ഹൈക്കോടതിയെ അല്ലെങ്കിൽ മറ്റ് കോടതികളെയൊക്കെ സമീപിക്കാനുള്ള സാധ്യത വീണ വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതിനെ ശക്തിയുക്തം എതിർക്കാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇത് കോടതിയിലേക്ക് അത്തരത്തിലൊരു ഹർജിയുമായി പോയി കഴിഞ്ഞാൽ തങ്ങൾക്കെതിരെയുള്ള അതിക്രമം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വീണയുടെ ഈ ഒരു ആവശ്യത്തിനെ തള്ളാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്.